കട്ടപ്പന അമ്പലക്കവല നാഷണൽ കലാസാഹിത്യ സദസ്സിന്റെ നേതൃത്വത്തിൽ പ്രതിഭകളെ ആദരിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Admission open for academic year 2024-25. കട്ടപ്പന അമ്പലക്കവല നാഷണൽ ലൈബ്രറിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന കലാസാഹിത്യ സദസ്സിന്റെ നേതൃത്വത്തിലാണ് പ്രതിഭകളെ ആദരിച്ചത്. ആദരിക്കൽ ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന ഈ ഘട്ടത്തില് നിങ്ങളെ എത്രമാത്രം എത്തിപ്പെടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ അത്രമാത്രം എത്തിപ്പെടണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഓരോ കാര്യത്തിന് ഇറക്കി വിടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും, ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കലയുടെ രംഗത്ത് നിൽക്കുവാണ് എന്നുണ്ടെങ്കിൽ അന്നുള്ള കാരണവന്മാർക്ക് ഭയങ്കര പേടിയാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഇറക്കി വിടുക എന്നുള്ളത് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കൊച്ചുണ്ട്. എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാണ്, സ്പോർട്സിനാണേലും ഡാൻസിനാണേലും എല്ലാ കാര്യത്തിലും. പക്ഷെ അവളുടെ മാതാപിതാക്കൾ പറയുന്നത് ഇവളെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. പക്ഷെ ഇന്നത്തെ കാരണവന്മാര് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കുട്ടികളെ ഏത് നിലയിൽ എത്താമോ ആ നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ എത്തിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യബോധമാണ്. അപ്പൊ കുഞ്ഞുങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ മാതാപിതാക്കള് നിങ്ങൾക്ക് എല്ലാത്തിനും സപ്പോർട്ടാണ്. അപ്പൊ നമ്മളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരണം എന്നാണ് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്. തിരുവനന്തപുരം ഉപാസന സാംസ്കാരിക വേദിയുടെ മാധവ മുരളി പുരസ്കാര ജേതാവ് ജോസഫ് മണക്കാട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വയലിൻ എ ഗ്രേഡ് നേടിയ സഹോദരങ്ങളായ ഡെയിൻ ജിൻസ്, ദിയ ജിൻസ് നാഷണൽ പിപ്സൈറ്റ് എയർ റൈഫിൾ ചാമ്പ്യൻഷിപ്പിൽ ദേശീയ തലത്തിൽ 12ാം സ്ഥാനവും സംസ്ഥാന തലത്തിൽ സ്വർണ്ണ മെഡലും നേടിയ അഭിരാമി, സി ജെറ്റി തുടങ്ങിയവരെയാണ് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചത്. യോഗത്തിൽ നാഷണൽ കലാസാഹിത്യ സദസ്സ് പ്രസിഡന്റ് തോമസ് ജോസഫ് അധ്യക്ഷനായിരുന്നു. ഇടുക്കി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ടി എസ് ബേബി മുഖ്യപ്രഭാഷണം നടത്തി. കല എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. അത് ദൈവികമായ ഒന്നാണ്. അതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് പ്രധാനം, ജയിക്കുക എന്നുള്ളതല്ല. ജയിക്കുക എന്നുള്ളത് നമ്മുടെ കലയ്ക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. പക്ഷേ പങ്കെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒന്നും ചെറുപ്പകാലത്ത് ഞങ്ങൾക്ക് ഇല്ലാതിരുന്നൊരു അവസരമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിക്കപ്പെട്ടിരിക്കുന്നത്. കലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പണ്ടൊക്കെ ചില കലാരൂപങ്ങൾ സ്ത്രീകൾക്ക് മാത്രമായി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു. അപ്പം അങ്ങനെയില്ല. ഈയിടയ്ക്കുണ്ടായ നമ്മുടെ കലാഭവൻ മണിയുടെ അനിയനുമായി ബന്ധപ്പെട്ട ഒരു സംവാദമൊക്കെ നമുക്കറിയാം. പഴയ കാലത്ത് ഭരതനാട്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത്തരം നൃത്തരൂപങ്ങൾ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളതായിരുന്നു. അത് പുരുഷന്മാർക്ക് ചെയ്യാം, കുട്ടികൾക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ അങ്ങനെ കലയ്ക്ക് സ്ത്രീ പുരുഷ ഭേദമില്ല. അങ്ങനെയാണ്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിജയിക്കുക എന്ന് പറയുന്നത് അതിന് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ കാര്യമാണ്. ഒന്നാമത്തെ കാര്യം പങ്കെടുക്കുക എന്ന്. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള കഴിവുകൾ അത് ദൈവം തന്നതാണ്. എല്ലാവർക്കും ആ കഴിവില്ല. വേറൊരു ഫിലോസഫി ഉണ്ട് കേട്ടോ, എല്ലാവർക്കും ഈ കഴിവുണ്ടെന്നും ആർക്കും കവിത എഴുതാമെന്നും ആർക്കും കഥ എഴുതാമെന്നും ഒക്കെ ഉള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അത് പക്ഷേ നിങ്ങൾ അങ്ങനെയാണ്. പക്ഷേ ഇതൊരു ദൈവികമായ കഴിവാണ്. അത് ദൈവം തന്ന ഒരു സിദ്ധിയാണ്. അത് ഉപയോഗിക്കുക. അതിൽ നിങ്ങൾ വിജയം വരിച്ചവരെ ഞാൻ അഭിനന്ദിക്കുന്നു. വിജയം വരിക്കാതെ മത്സരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അഭിനന്ദിക്കുന്നു. ഇനിയും കിട്ടുന്ന അവസരങ്ങൾ വിനിയോഗിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയും ചെയ്തു. നഗരസഭാ കൗൺസിലർമാരായ സോണിയ ജെബി, പി ജെ ജോൺ, ലൈബ്രറി പ്രസിഡന്റ് പി സി ഫിലിപ്പ്, സെക്രട്ടറി ടി ബി ശശി, ബിന്ദു സാബു തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് A seed planted by Saint Kuriakos Elias Chavra, the Carmel CMI Public School, Puliyanmala, celebrating her visionary journey among the hills of Idukki, wherein you can build the perfect life for your children. Come, experience a maintained holistic balance of curricular and extracurricular activities that unleashes the potential of every child and encourages them to be a better citizen for our nation. Admission open for academic year 2024-25.